നമസ്കാരം. മധ്യ അഫ്ഗാനിസ്ഥാനിലെ ദേഗുന്തി പ്രവിശ്യയിൽ ആയുധധാരികൾ 14 പേരെ കൂട്ടക്കൊല ചെയ്തു. ഷിയ വിഭാഗത്തിലുള്ളവരെയാണ് കൊലപ്പെടുത്തിയത്. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. അക്രമികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് താലിബാൻ ഭരണകൂടം അറിയിച്ചത്. ഇറാഖിലെ കർബലയിൽ നിന്ന് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയവരെ സ്വീകരിക്കാൻ ഷിയ പള്ളിയിൽ എത്തിയവരെയാണ് കൊല ചെയ്യപ്പെട്ടത്. യന്ത്രത്തോക്ക് ഉപയോഗിച്ചുള്ള കൂട്ടക്കൊലയിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും ശാന്തമായ പ്രവിശ്യയാണ് ഷിയ ഭൂരിപക്ഷ മേഖലയായ ദേഗുന്തി. താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ഇവിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കി എന്നാണ് ഇതുവരെ താലിബാൻ അവകാശപ്പെട്ടിരുന്നത്. കിരാത നിയമങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ തീവ്രവാദ സംഘടനയാണ് താലിബാൻ. 80കളിലാണ് താലിബാന്റെ തുടക്കം. സ്ത്രീകൾക്കെതിരെ നിരവധി മനുഷ്യത്വ ലംഘനങ്ങൾ താലിബാൻ നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ജോലി, പൊതുസ്ഥലങ്ങളിൽ പോകുന്നതിന് വിലക്കും മറ്റും ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത്. മുൻപ് ആഗോള വിപണിയിൽ ഏറ്റവും കൂടുതൽ ലഹരി എത്തിച്ച രാജ്യങ്ങളിലൊന്നും അഫ്ഗാനിസ്ഥാൻ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ടതും ഇതേ അഫ്ഗാനിസ്ഥാനെയാണ്. ആദ്യമൊക്കെ അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധമായിരുന്നു പാകിസ്ഥാന്. എന്നാൽ പിന്നീട് പോകെ ഇത് വഷളായി. അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി അധികാരമേറ്റപ്പോൾ താലിബാനെ അംഗീകരിച്ച 3 രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനായിരുന്നു. ആക്രമണത്തിന് ശേഷം US സൈന്യം അഫ്ഗാനിസ്ഥാനിൽ എത്തിയതോടെ താലിബാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച അവസാനത്തെ രാജ്യവും പാകിസ്ഥാൻ തന്നെയായിരുന്നു. താലിബാനിൽ ചേർന്ന നിരവധി അഫ്ഗാനികൾ പാകിസ്ഥാനിൽ മദ്രസ വിദ്യാഭ്യാസം നേടിയെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമായതോടെ താലിബാനുള്ള എല്ലാ സഹായങ്ങളും പിൻവലിക്കുകയും താലിബാൻ നേതാക്കൾക്കുള്ള പ്രത്യേക പരിഗണന റദ്ദാക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ. കൂടാതെ താലിബാനും രാജ്യാന്തര സമൂഹത്തിനും ഇടയിലുള്ള മധ്യസ്ഥം അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപനവും നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും 20 വർഷത്തിനു ശേഷം താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാൻ ഭരണം തിരിച്ചുപിടിച്ചിരുന്നു. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക പിന്മാറ്റമാണ് താലിബാനെ എളുപ്പത്തിൽ അധികാരത്തിലെത്തിച്ചത്. 1996 മുതൽ 2001 പുറത്താക്കപ്പെടുന്നതുവരെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരുന്ന സുന്നി മുസ്ലിം രാഷ്ട്രീയ സൈനിക തീവ്രവാദ പ്രസ്ഥാനമാണിത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്ന താലിബാൻ പ്രധാനമായും ഡ്യൂറൻ രേഖ മേഖലയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താലിബാന്റെ ആസ്ഥാനം പാകിസ്ഥാനിലെ ഖത്വ പ്രദേശത്താണെന്നാണ് അമേരിക്ക കരുതുന്നത്. താലിബാൻ അഫ്ഗാൻ പിടിച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിൽ പലായനം നടന്നിരുന്നു. രേഖകളില്ലാത്ത 15 ലക്ഷത്തിലധികം അഫ്ഗാൻ കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുണ്ടാക്കി. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് പിന്നിൽ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രേഖകളില്ലാത്ത ആയിരക്കണക്കിന് അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്താനും ഇത് കാരണമായി. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ 60%വും ചാവേർ ബോംബാക്രമണത്തിൽ 50%വും വർധനവുണ്ടായെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. താലിബാൻ ഭരണത്തിൽ തിരിച്ചെത്തിയ ആദ്യ 3 മാസത്തിനുള്ളിൽ 1800ഓളം അഫ്ഗാൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. മുൻ വർഷത്തേക്കാൾ 30% വർധനവാണിത്. നിരവധി മനുഷ്യത്വ ലംഘനങ്ങളുടെ വാർത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേൾക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.